ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വീട് ആവശ്യപ്പെടുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ എരൂർ ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ വീടുകൾ വന്നു കഴിഞ്ഞാൽ അധിക നാൾ നിൽക്കാറില്ല, പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയുകയാണ്, വീഡിയോ കണ്ടാൽ ഉടനെ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ എരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുവാണെങ്കിൽ ഹൈവേ വളരെ അടുത്താണ്. 1.5 കിലോമീറ്റർ മാത്രമാണ് ഹൈവേയിലേക്കുള്ള ദൂരം. ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ ആണ് വരുന്നത്. ഇവിടെ നിന്ന് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 7.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 6.7 കിലോമീറ്ററും എയർപോർട്ട് ഭാഗത്തേക്ക് 29 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ്. 4.7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നല്ല സ്കൂളുകളും ഇവിടെ അടുത്താണ്. നമുക്ക് എറണാകുളം ജില്ലയുടെ ഏത് ഭാഗത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാൻ, അതായത് ഒരു മിഡിൽ ആയിട്ടുള്ള പോർഷനിലാണ് എരൂർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വെണ്ണല, കാക്കനാട്, ഇടപ്പള്ളി, ആലുവ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു ഡയറക്ഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 2.9 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കിക്കോളൂ, നല്ലൊരു ഡിസൈൻ ആണ് പില്ലറിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാതെ നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായ ഒരു ഡിസൈൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. താഴെ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഭാഗത്ത് വന്നിട്ട് ഒരു A ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടും സിമ്പിൾ ആയിട്ടും ഒക്കെയാണ് എലവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് മുറ്റത്തേക്കാണ്. മുറ്റം നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ നമുക്ക് ഒന്നാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാർ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നത്. നമുക്കൊരു ചെറിയ കാർ കൂടെ ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ 2 കാറുകൾക്ക് പാർക്കിംഗ് സ്പേസും 2 വീലറിനുള്ള സ്പേസും ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കുറച്ചൊരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ നടാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരെ എൻ്റർ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വാട്ടർ കണക്ഷന്റെ മീറ്റർ കാണാം. വെള്ളത്തിനുള്ള മെയിൻ സോഴ്സ് നമുക്ക് ഇവിടെ KWയുടെ വാട്ടർ ആണ്. നമുക്ക് ബാക്കിലൊക്കെ സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ ബോർവെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് ഇവിടുത്തെ ബോർവെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വീട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ സ്പേസ് ഇട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും കാണാം മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചണിന്റെ ആ ഒരു ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വർക്ക് ഏരിയ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വിഡ്ത് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള വോളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇത് ദർശനം വരുന്നത് വടക്കു ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ ഡോർ തുറന്ന് നേരെ ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഡോർ തുറന്നു നേരെ വരുന്ന സമയത്ത് മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ടാണ് ബാക്കിയുള്ള 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ വുഡുകളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്വില എന്ന് പറയുന്ന വുഡ് ഉണ്ട്. ആക്ച്വലി അത് തേക്കിന്റെ ഒരു വേർഷൻ ആണ്. ചെറുതേക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ മറ്റൊരു വേർഷൻ ആണ് ക്വില. നല്ല ക്വാളിറ്റി ഉള്ള നല്ല റേറ്റ് ഉള്ള ആ ഒരു വുഡാണ്. അതിനകത്താണ് ഇവിടുത്തെ നമ്മളുടെ വിൻഡോസ്, കാര്യങ്ങൾ, ഡോറുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ നമുക്ക് ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വലിയ ടൈലുകളാണ്, നീളവും വീതിയൊക്കെ ഉള്ള വലിയ ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ സ്ട്രേറ്റ് വന്നു കഴിയുമ്പോഴേക്കും ഈ ഭാഗത്തൊരു വോള് കാണാം. നമ്മുടെ TV ഒക്കെ വെക്കാവുന്നത് ഈ ഒരു വോളിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട്
നല്ലൊരു ഡിസൈൻ ഉള്ള ഒരു വാൾപേപ്പറിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വലിയ വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള കോപ്പർ കളറും ഒരു ഗോൾഡൻ ഡിസൈനും വരുന്ന ഒരു വോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഒരു ഡിസൈൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നത്. താഴെയും മുകളിലും ഒക്കെ ആയിട്ട് വുഡൻ ആയിട്ട് തന്നെ ചെറിയ അറേഞ്ച്മെന്റ് കൊടുത്തിട്ട് അതിനകത്തൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ആക്ച്വലി ഒരു ലിവിംഗ് കം ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമുക്ക് ഇത്രയും പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് വലിയൊരു ഡൈനിങ് സ്പേസ് ആണ്. നമുക്കൊരു 6-7 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് നമുക്കിവിടെ ഡൈനിങ്ങിനായിട്ട് കൂടെ കിട്ടുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു വലിയ ഹോളും നല്ലൊരു വലിയ അറേഞ്ച്മെന്റും ആണ് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിനകത്താണ് അത് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വോളിലും ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ലിവിംഗിന്റെയും ഡൈനിങ്ങിന്റെയും കൂടെ റൂഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് വർക്കുകളൊന്നും വാരി വരച്ചിട്ടിട്ടില്ല എങ്കിൽ പോലും ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ചുറ്റു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിനകത്തെല്ലാം തന്നെ LED സ്ട്രിപ്പുകളുടെ വർക്കുകളും മുകളിലൊക്കെ LED ബൾബുകളും ഇട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിലേക്കുള്ള വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 2 വിൻഡോസ് കൊടുത്തുകൊണ്ടാണ്. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കേബിളും സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 ഫേസ് കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്കിനി കിച്ചൺ ഒന്ന് കാണാം. കിച്ചൺ നമുക്ക് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഡോർ വെക്കണമെങ്കിൽ അതും ഒരു എൻട്രൻസ് ഉണ്ട്. രണ്ടും ഓപ്പൺ ആയിട്ട് ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എൻട്രൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന മുകൾ ഭാഗത്തെല്ലാം തന്നെ ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് നമുക്ക് കിട്ടുന്നത്. നല്ല ലാമിനേറ്റഡ് ആയിട്ടുള്ള മറൈൻ പ്ലൈയിലാണ് ഈ കാണുന്ന കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഗ്ലോസി ആയിട്ടാണ്. അത് കൂടാതെ വുഡൻ ഡിസൈൻ തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെ വരുന്നുണ്ട്. 2 വിൻഡോസ് നമുക്ക് ഈ 2 ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ്. കിച്ചന്റെ റൂഫ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ചുറ്റിനും LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വർക്ക് ഏരിയയിലാണ്. കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡും എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് സ്പേസ് ഇട്ടിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡോർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലും വീടിന്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടുണ്ട്. ചെടികളൊക്കെ നടാനായിട്ട് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അവിടെയെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസ് നമ്മൾ കണ്ടിരുന്നു. നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റൂഫിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് ബെഡ്റൂമിന്റെ റൂഫ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിന്റെ ഏകദേശം 3/4 തന്നെ ഈ വർക്കുകൾ ഇങ്ങനെ കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയായിട്ട് ബ്രൗൺ കളറിൽ വുഡൻ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് പോകുവാണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ കണ്ട എല്ലാ വിൻഡോസിന്റെയും ബാറുകൾ നോക്കുവാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. എല്ലായിടത്തും പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസും ആണ് കിട്ടുന്നത്.
ഈ കാണുന്ന വോളാണ് ടി വി വെക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റും എല്ലാം അവിടെയുണ്ട്. കേബിൾ വരാനുള്ള ലൈൻ പൈപ്സ് എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്കിവിടെ അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് കിട്ടുന്നത്. നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5-11 ഫീറ്റില് 13.5 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 3 ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ഈ കാണുന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇവിടെ വാർഡ്രോബ്സ് ഒക്കെ വരുന്നത് വേറൊരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കട്ടിലുകൾ ഇട്ടാൽ പോലും സ്പേസിനെ യാതൊരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു മിറർ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള വർക്കുകൾ മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് മിററും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വോൾ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫൈനൽ ആൻഡ് മൂന്നാമത്തെ തേർഡ് ബെഡ്റൂം ആണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെ 2 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബ്രൗൺ കളർ വുഡൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു വർക്കുകളും കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലിയൊരു ബാത്റൂം ആയിട്ടാണ് മൂന്നാമത്തെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ ഭാഗമാണ് ഈ കാണുന്ന ഡോർ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് വാട്ടർ പ്രൂഫിംഗ് എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ടെറസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല രീതിയിലൊരു സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ നിന്നുള്ള ആ ഒരു പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നിറയെ ചെടികളൊക്കെ വെക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ എല്ലാം തന്നെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലമാണ് എരൂർ എന്ന് പറയുന്നത്. ഹൈവേയിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ. പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 7.5യും എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ വെറും 4.7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇതുപോലുള്ള സ്ഥലത്ത് വീടുകൾ വന്നു കഴിഞ്ഞാൽ അധികം നാൾ നിൽക്കാറില്ല, പെട്ടെന്ന് സെയിലായി പോകും. എല്ലാവർക്കും അറിയാവുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നതുമായ സ്ഥലമാണ് തൃപ്പൂണിത്തുറ എരൂർ ഭാഗം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. കാരണം ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 2 സെന്റ് 900 ലിങ്സിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 1600 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീട്ടിനുള്ളത്. വർക്ക് ഏരിയ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. 2.9 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി ആണ് ഉള്ളത്. വെള്ളം നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിവിടെ KWയുടെ വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോർവെൽ കണക്ഷൻ കൂടി എടുക്കാവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 85 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 85 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓണറുമായിരുന്നു സംസാരിച്ച് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വീട് വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.